ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ചക്ര, അതായത് സോളാർ പ്ലെക്സസ് ചക്ര അഥവാ മണിപ്പൂര ചക്രയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കാണാം. നമ്മൾ 7-day ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ചക്ര ബാലൻസിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. നമ്മൾ പൊതുവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഇത് നമ്മുടെ പേഴ്സണൽ പവർ, നമ്മുടെ ആത്മവിശ്വാസം, അതായത് ജീവിതത്തെക്കുറിച്ച് നമ്മൾക്കുള്ള ഒരു സെൽഫ് ഡിസിപ്ലിൻ, ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ഡിസിപ്ലിൻ, വിൽ പവർ, നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് നമ്മളിപ്പോൾ പറയുന്ന ഒരു എംപവർമെൻറ്റ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന അത്യാവശ്യമായിട്ട് നമുക്ക് സ്വയം വേണ്ടുന്ന ഒരു ആത്മവിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിലൊക്കെ ബ്ലോക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തെറിച്ചാലും പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകും, നിങ്ങൾക്കത് മുന്നോട്ടേക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനുള്ളൊരു കോൺഫിഡൻസ്, വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് പകുതി വെക്കുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ കോൺഫിഡൻസിൻ്റെ കുറവ്, വിൽ പവറിൻ്റെ കുറവ്, അതേപോലെ ഒരു കാര്യം ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒന്നും വൃത്തിയും അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഒത്തിരി മടിയൊക്കെ ചില കാര്യങ്ങളിൽ തോന്നി. ഇതൊക്കെ ഈ ഒരു ചക്ര ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ സൂര്യനാണ്, അല്ലെങ്കിൽ ഈ ഒരു ചക്ര സോളാർ പ്ലെക്സസ് ചക്ര എന്നാണ് നമ്മൾ പറയുന്നത്, മണിപ്പൂര ചക്ര എന്ന് അതായത് സംസ്കൃതത്തിലും മലയാളത്തിലും മറ്റ് ഭാഷകൾ, ഇന്ത്യൻ ഭാഷകളിലും നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞയാണ് നിറം. അപ്പോൾ ഈ ഒരു നിറം എന്ന് പറയുന്നത് മഞ്ഞ തെളിച്ചത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, അതായത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. അതായത് സ്വയം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റാതെ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പലരും പറയും. പക്ഷെ സ്വയം ആദ്യം നമ്മളെ സ്നേഹിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ നമ്മളെ തന്നെ മനസ്സിലാക്കാനോ ഇതൊക്കെ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ്, വിൽ പവർ, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, പ്രണയിക്കുക, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചക്ര ബാലൻസിങ്ങിനെ കുറിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് മറ്റ് ഇതിൽ ചെയ്യുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊരു ബാലൻസിങ് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊരു സ്പിരിച്വൽ കാര്യത്തിലും മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാം. മനസ്സിൽ ആ ഒരു അഫർമേഷൻ, അതായത് നിങ്ങളുടെ അഫർമേഷൻ എന്താണോ, ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മാംഗോ പൾപ്പാണ്, മാംഗോ ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫ്രൂട്ട് ജ്യൂസ്, മഞ്ഞ കളറിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പഴുത്ത മാങ്ങ അല്ലെങ്കിൽ മാംഗോ ജ്യൂസ്, മാംഗോ പൾപ്പ് എന്ന് പറയാം ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് കയ്യിലെടുത്ത അഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഫർമേഷൻ ഉണ്ടാക്കാം, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ആം റിലൈയിങ് ഓൺ മൈ ഇന്നർ പവർ ടു എൻഷ്യൂർ മൈ ഡ്രീംസ് ആർ റിയലൈസ്ഡ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയാം. ഐ റിലേ ഓൺ മൈ ഇന്നർ പവർ to make my dreams come true, അല്ലെങ്കിൽ I am willing to be confident, I am confident, I am powerful, I am ready to express myself, and I rely on my willpower, my confidence, my discipline to ensure my dreams are coming true. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അഫർമേഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ മണിപ്പൂര ചക്ര ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.